ഹലോ വെൽക്കം ബാക്ക്. നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ദാ വരാൻ പോണത് വിഷുവാണ്. അപ്പോൾ വിഷുവിന് സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സമയത്ത് നമുക്ക് നല്ലൊരു അവിയലുണ്ടാക്കാം. ഇപ്പോൾ പെട്ടെന്ന് ഒരു എന്താണ് നിറയെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു നല്ല തട്ടിക്കൂട്ട് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് പച്ചക്കായ, ക്യാരറ്റ്, പിന്നെ ചേന, കുമ്പളങ്ങ ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടി പോകണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഭയങ്കരമായിട്ട് വെന്ത് പോകും. പിന്നെ ആ വെള്ളം ഒന്ന് വറ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പം വീണ്ടും വെജിറ്റബിൾസ് വേവും. അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം പിന്നെ വീണ്ടും എടുത്ത് കളയാനൊക്കെ നോക്കുമ്പോൾ വലിയ പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും അവിയലുണ്ടാക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ നേരിയതായിട്ട് വരുന്ന ഒരു സ്പൂൺ മാത്രമേ എടുത്ത് നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാവൂ. ഇങ്ങനെ ഇളക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതേ ടൈപ്പുള്ള സ്പൂൺ എടുത്ത് എപ്പോഴും വേണം അവിയൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1.5 ടേബിൾ സ്പൂൺ തേങ്ങ, പിന്നെ ഇതുപോലെ ഒരു 4 ചെറിയ ഉള്ളിയും ഒരു പച്ചമുളക് രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുക്കുക. ഭയങ്കര അരച്ചെടുക്കേണ്ട, ഇതുപോലെ ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് നിറയെ തേങ്ങയൊക്കെ വാരിയിടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കുറച്ച് തേങ്ങ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇപ്പോൾ ഇതാ ഏകദേശം നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ തീരെ വെള്ളം ഒന്ന് വറ്റിച്ച് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് ആ ഒരു വെജിറ്റബിൾസ് വെന്തതിൻ്റെ ആ ഒരു വെള്ളം നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് തീരെ വറ്റിക്കേണ്ട. നമ്മളത് അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ അരപ്പിൻ്റെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ അധികം പുളിപ്പില്ലാത്ത തൈര് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ലാസ്റ്റ് മാത്രമേ തൈര് ഒഴിച്ചു കൊടുക്കാവൂ. ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ലാസ്റ്റ് നല്ല പച്ച വെളിച്ചെണ്ണയില്ല അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചില അവിയലിൽ നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കില്ല. അതായത് തൈരിന് പകരം വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കാറുള്ളൂ. അപ്പം ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങളൊന്ന് ഒഴിച്ച് നോക്കട്ടെ. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ വിഷുവിന് ഈ ഒരു അവിയൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതൊക്കെ ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും. വളരെ ഈസിയാണ്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ.